ശരിക്കും പറഞ്ഞാൽ നൂറയുടെ കള്ളത്തരം പൊളിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡോടുകൂടി. അതിലൊരു ബോംബ് ഇട്ട് കൊടുത്തിരുന്നു അക്ബറിന്. പക്ഷെ അത് ഇന്നാണെന്ന് ആളിക്കത്തി വലിയൊരു സ്ഫോടനം സൃഷ്ടിച്ചത് ഇന്നാണ്. നൂറയുടെ ഒരു കള്ളത്തരം പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. ടിഷ്യൂ പേപ്പറിൽ എഴുതിയത് PR-ന്റെ നമ്പറാണ് അക്ബറിനെ നശിപ്പിക്കാനായിട്ട് അനുമോൾ ഏൽപ്പിച്ച ഒരാൾക്കാണ് ഇത് കൊടുക്കാൻ പോകുന്നതെന്ന് ആദില കള്ളത്തരം പറഞ്ഞു. നൂറ അതിന് കൂട്ട് നിൽക്കുകയും ചെയ്തു. നൂറ ശരിക്കും പറഞ്ഞതിൽ കള്ളത്തരമാണ് കാണിച്ചത്. ഇന്ന് അത് തെളിഞ്ഞു. ഇന്ന് ലൈവിലും അതുപോലെ തന്നെ എപ്പിസോഡിലും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇന്ന് അത് തെളിഞ്ഞു. അനുമോളെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കാൻ അവിടെ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും ഒരു ബുള്ളിയാണ് അവിടെ നടക്കുന്നത്. അനുമോൾക്കെതിരെ ഒരു മാസ് അറ്റാക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷിഹർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇന്ന് ഈ നൂറയുടെയും ആ ഒരു കള്ളത്തരം പൊളിഞ്ഞ ആ ഒരു കേസ് നമുക്ക് പറയാം. ഇന്നലെ ആദിലിരുന്ന് ആദില അക്ബറിനോട് പറയുന്നുണ്ടായിരുന്നു, എന്താണ് അനുമോള് ഈ പാരന്റ്സിന്റെ ഇത് വന്നല്ലോ, ഫാമിലി വീക്ക് വന്നപ്പോ ടിഷ്യൂല് PR-ന്റെ നമ്പർ ചേച്ചിക്ക് എഴുതി കൊടുത്ത് വിട്ടിട്ട് അത് പുറത്തു പോയിട്ട് അത് എന്തിനാ എഴുതി കൊടുത്ത് വിട്ടെന്ന് വെച്ചാല് അക്ബറിനെ ബുള്ളി ചെയ്യാനോ അക്ബറിനെ അങ്ങനെ നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ ആദില നമ്മളുടെ ഇവരോട് പറയാണ്, അക്ബറിനോട് പറയാണ്. ശരിക്കും പറഞ്ഞാല് ഇത് കേട്ട് നിൽക്കുന്ന ആർക്കാണെങ്കിലും സങ്കടം വരും. പുറത്ത് പാരന്റ്സിനെ ഡീഗ്രേഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇപ്പോ PR വെച്ചിട്ട് വീട്ടുകാരെ പറയിപ്പിക്കുന്ന, അല്ലെങ്കിൽ വീട്ടുകാരോട് മോശമായിട്ട് സംസാരിപ്പിക്കുന്ന, ഈ PR-ന്റെ ആ പണി എടുപ്പിക്കുന്നത്, അപ്പൊ അത് നമുക്ക് വീട്ടുകാർക്ക് അത് എഫക്ട് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ കേട്ട് നിൽക്കുന്ന ആൾക്കൊരു സങ്കടം വരും. അപ്പൊ ആദില അങ്ങനെ ഒരു ബോംബ് കൊണ്ടുവന്ന് ഇട്ടു. ആദില പറയുകയാണ് അക്ബറിനോട്, അക്ബറെ അനുമോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, നിനക്കെതിരെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട് നിൽക്കുന്ന ഏത് മനുഷ്യനാണെങ്കിലും ആ നേരത്തെ സങ്കടം കൊണ്ട് കരഞ്ഞു. അതാണ് ഇന്നലെ ശരിക്കും പറഞ്ഞാല് അക്ബർ ഇന്നലെ കരയുന്നത്. ഇന്നത് പ്രശ്നമായി. കാരണം ഇത് അനുമോളിലേക്ക് എത്തി സംഭവം. ഇത് പറഞ്ഞ അനുമോളിലേക്ക് എത്തി. അനുമോളാണെങ്കിൽ അനുമോളുടെ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അനുമോൾ ഒരു തെറ്റ് ഇതിൽ ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ അനുമോളുടെ റിയാക്ഷൻ കാണുന്നത് എന്തോ സംഭവിച്ച പോലെയാണ് ശരിക്കും പറഞ്ഞ അനുമോളുടെ മനസ്സിൽ. ഇന്നത് കിട്ടിയപ്പോ തന്നെ അനുമോള് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അനുമോൾ കള്ളത്തരമാണോ പറയുന്നത് അല്ലയോ എന്ന്. കാരണം നമ്മൾ ഇത്രയും ദിവസം കാണുകയാണ് അനുമോള് പറഞ്ഞത് കള്ളത്തരമാണെന്ന്